ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും കേജ്രിവാളിനെ സംബന്ധിച്ചും രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. ഈ കേജ്രിവാൾ തന്നെ പലരോടും പറഞ്ഞിട്ടുള്ളത് ഒരു റഫറൻഡമാണ്, വിശ്വാസ വോട്ടെടുപ്പാണ്. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ തിരികെ ജയിലിലേക്ക് പോകുന്നു എന്ന് പലരോടും പ്രവർത്തകരോട് തന്നെ അദ്ദേഹം ആ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അവസാനവട്ട ശ്രമം എന്ന നിലയ്ക്ക് അത്ര ആത്മാർത്ഥമായി ആ പ്രചാരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJPക്ക് വേണ്ടി നരേന്ദ്രമോദിയാണ്, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി കേജ്രിവാളാണ്, കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചും ഒരു നേട്ടമുണ്ടാക്കുക എന്നുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നമാണ് ഡൽഹി പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ അഭിമാന പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഡൽഹിയിൽ യഥാർത്ഥത്തിൽ BJP വളരെ നേരത്തെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്, 5 വർഷം മുൻപ് തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഒരു ദേശീയ പാർട്ടിയാകാൻ ആഗ്രഹിച്ചത് മുതൽ തന്നെ അതിൻ്റെ ചിറകരിയാനുള്ള ശ്രമങ്ങൾ, ആ പാർട്ടിയുടെ ചിറകരിയാനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങിയിട്ടുണ്ട്. അത് മദ്യനയ അഴിമതി കേസായി വന്നു, വിവിധ തരത്തിൽ അവിടെ ഭരണത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വന്നു. ഇപ്പോൾ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ജയിലടച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ന് പോലും അതിഷിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭരിക്കാൻ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, കെട്ടിയിടുന്ന രീതിയിലാണ് കേന്ദ്രം എല്ലാ തരത്തിലും ആം ആദ്മി പാർട്ടി സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടി ഭരിക്കുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി പറഞ്ഞ പോലെ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, അവരുടെ പ്രകടന പത്രികയിൽ പറയുക മാത്രമല്ല, അത് നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവരെ സഹായിച്ചത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പ്രചാരണത്തിനിറങ്ങിയ കേജ്രിവാൾ ഒരു വലിയ പിന്തുണ ജയിലിൽ നിന്ന് ഇറങ്ങിയ നേതാവ്, അല്ലെങ്കിൽ BJPയാൽ ആക്രമിക്കപ്പെട്ട, കേന്ദ്ര സർക്കാരിനാൽ ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് എന്നുള്ളൊരു പിന്തുണ കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. പിന്നെ വേണമെങ്കിൽ പറയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേറെ രീതിയിൽ ഡൽഹി വിധി എഴുതുന്നു, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിനൊപ്പം നിൽക്കുന്നു, ഇതൊരു തുടർച്ചയാണ് എന്ന രൂപത്തിൽ വിലയിരുത്താമെങ്കിലും ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ BJP അവിടെ നടപ്പാക്കുന്നുണ്ട്. ബൂത്ത് തലത്തിൽ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ BJP വളരെ ഭംഗിയായി തന്നെ നടത്തുന്നുണ്ട്. പ്രചാരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ അവിടെ വിന്യസിപ്പിച്ചുകൊണ്ട് വളരെ മുൻപ് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആപ്പിന് സ്വാധീനമുള്ള മേഖലയിൽ കടന്നു ചെന്നുകൊണ്ട് ബൂത്ത് തല പ്രവർത്തനം നടത്തുക എന്ന രൂപത്തിലേക്ക് തന്നെ BJP പ്രവർത്തനം കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ തന്നെയും പിന്നെ ഓരോ ആരോപണങ്ങളായി ഉന്നയിക്കപ്പോൾ അഴിമതി ആരോപണം വ്യക്തിപരമായി തന്നെ, ഇപ്പോൾ പാർട്ടിക്കെതിരായ ആരോപണം എന്നതിലപ്പുറം വ്യക്തിപരമായി തന്നെ മുഖ്യമന്ത്രിയുടെ വസതി മൂടി പിടിപ്പിച്ചു എന്നുള്ളത്, ശീഷ് മഹൽ എന്നുള്ള ആരോപണം അവിടെ ഉന്നയിക്കപ്പെടുന്നു. ഇന്ന് പോലും പാർലമെന്റിനകത്ത് മോദി അതിൽ ആപ്പിനെതിരെയുള്ള വാദങ്ങളിലാണ് ഊന്നിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നൊരു ഉദ്ദേശം BJPയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ കോൺഗ്രസ് അവിടെ ഏത് രൂപത്തിൽ വന്നു, കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു നേട്ടമാവുന്നു. പക്ഷേ BJP ഡൽഹി പിടിക്കാൻ വരുന്നു എന്നുള്ള ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ BJP വിരുദ്ധ നിലപാടെടുക്കേണ്ട ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് എന്നൊരു വിഷയം. കോൺഗ്രസിന് അവിടെ മത്സരിക്കാം, ഉറപ്പായിട്ടും ആപ്പിനെതിരെ മത്സരിക്കാം. പക്ഷേ എന്താണ് പ്രചാരണത്തിൽ പറയുന്നത് എന്നൊരു വിഷയമുണ്ട്. പ്രചാരണത്തിൽ എന്താണോ BJP എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തു പറഞ്ഞിട്ടാണോ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് പിടിപ്പിച്ചത്, അപ്പോൾ അതേ വിഷയം തന്നെ കോൺഗ്രസ്സാണ് മുമ്പ് ഉന്നയിച്ചെങ്കിൽ കൂടി അതേ വിഷയം തന്നെ പിന്നീട് രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറയാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കോൺഗ്രസിന് വേണമെങ്കിൽ പ്രചാരണത്തിൽ അത് ഉന്നയിക്കേണ്ടി വരും ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ അതിന് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു നിലപാടില്ലായ്മ അതിൽ വ്യക്തമാവുകയാണ്. കാരണം BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ എടുക്കുന്ന ഒരു സമീപനം, അത് ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്കെടുക്കുന്ന ഒരു സമീപനം ഒരു രൂപത്തിലാവുകയും പിന്നീട് കോൺഗ്രസ് എന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മറ്റൊരു നിലപാടാവുകയും ചെയ്യുന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പറയുന്നത് 36 സീറ്റാണ് ഭരിക്കാൻ വേണ്ടത്. ആ 36 സീറ്റിൽ എത്ര സീറ്റ് കിട്ടും? 8 MLA-മാർ ഇതിനകം പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി ചാക്കിട്ട് പിടിക്കാൻ സാധ്യമാണ് ആപ്പിൽ നിന്ന് കൂടുതൽ പേരെ എന്നൊരു തോന്നൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരിക്കും. അവർക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട്, ഇത്തവണ സീറ്റ് കിട്ടാത്തതുകൊണ്ട് പോയതാണ് എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ പോലും ഇനിയും പോകാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒരു പക്ഷേ അങ്ങനെ തോന്നാമല്ലോ, ഇങ്ങനെ ഒരു നിലപാടില്ലാത്ത അല്ലെങ്കിൽ ആപ്പ് എന്ന പാർട്ടിയിൽ ഉറച്ചു നിൽക്കാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്നുള്ള തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. ഈ 42-ൽ താഴെ പോവുകയാണെങ്കിൽ BJP ചാക്കിട്ട് പിടുത്തത്തിലേക്ക് പോകും. അഥവാ ജയിച്ചാൽ തന്നെ, ആപ്പ് ജയിച്ചാൽ തന്നെ 42-ൽ താഴെ പോവുകയാണെങ്കിൽ ചാക്കിട്ട് പിടുത്തത്തിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ ഒരു വശത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 70 മണ്ഡലങ്ങളിൽ പ്രചാരണം നല്ല ചൂടുപിടിച്ച് തന്നെ നടന്നിരിക്കുന്നു. പക്ഷേ ഏത് തരത്തിൽ പോകുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഈ സൗജന്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ 1200 എന്ന സൗജന്യം സ്ത്രീകൾക്ക് ആം ആദ്മി പാർട്ടി ഉറപ്പ് നൽകുമ്പോൾ ആ പണം കൊടുക്കും
എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പുറത്ത് കോൺഗ്രസും പറയുന്നുണ്ട്, BJPയും പറയുന്നുണ്ട്. പിന്നെ ആം ആദ്മി പാർട്ടി BJPക്കെതിരെ പറഞ്ഞൊരു കാര്യം, ഇതുവരെ കൊടുത്തിരുന്ന സൗജന്യങ്ങൾ BJP അധികാരത്തിൽ വന്നാൽ റദ്ദ് ചെയ്യും, അത് ഇല്ലാതാക്കുമെന്നുള്ളതാണ്. അപ്പോൾ BJP അവരുടെ പ്രചാരണത്തിൽ ആവർത്തിച്ച് പറഞ്ഞു, ഇല്ല, നിലവിലുള്ള സൗജന്യങ്ങൾ ഞങ്ങൾ മാറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ വൈദ്യുതി സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ ആം ആദ്മി പാർട്ടി. അതുമായി ബന്ധപ്പെട്ട് BJP നിങ്ങളും സൗജന്യമാണോ നൽകുക എന്ന് നോക്കുമ്പോൾ അങ്ങനെയല്ല, LED വിളക്കുകളാണ് നൽകുക. അപ്പോൾ വൈദ്യുതി ചാർജ് സ്വാഭാവികമായി കുറയും എന്നാണ് BJP പറയുന്നത്. അപ്പോൾ അതൊക്കെ എത്രത്തോളം എടുക്കും എന്നുള്ളതാണ്. ഇനി പറയുന്ന 12 മണ്ഡലങ്ങളിലെങ്കിലും മുസ്ലിം വോട്ടർമാരാണ്. ആ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകും? അവിടെ ഒവൈസി ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഭിന്നിച്ചു പോകാനുള്ള ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസിനാണ് സാധാരണഗതിയിൽ മുസ്ലിം വോട്ട് കിട്ടുക. ഈ ഡൽഹി കലാപ സമയത്തൊക്കെ കുറ്റകരമായ മൗനമായിരുന്നു കേജ്രിവാൾ എടുത്തിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കുക, എവിടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞു വിളിക്കുന്ന മുഖങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല, ആ കാലത്തെ ദൃശ്യങ്ങൾ. അതേപോലെ തന്നെയാണ് പൗരത്വ സമര സമയത്തും മറ്റൊരു രൂപത്തിൽ BJPയുടെ ബി പാർട്ടിയായി നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെ കൃത്യമായി ആ സമയത്ത് കേജ്രിവാൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു വിഷയമാണ്. പക്ഷേ ചേരിയിലെ വോട്ടർമാർ, ഈ പറഞ്ഞ മാതിരി റിക്ഷാ തൊഴിലാളികൾ, അവരൊക്കെ തന്നെയാണ് ആം ആദ്മി പാർട്ടി എല്ലാ കാലത്തും തുണച്ചിട്ടുള്ളത്. അവർ ഈ സൗജന്യങ്ങൾ അവർക്ക് കൃത്യമായി ലഭിച്ചിരുന്നവരാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്, അവരുടെ ചികിത്സയ്ക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അവരുടെ മനസ്സിലുണ്ടാകും. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടില്ല എങ്കിലും ഈ പറഞ്ഞതുപോലെ ജയിക്കാൻ സാധ്യതയുണ്ട് ആം ആദ്മി പാർട്ടി. പക്ഷേ ജയിച്ചില്ല എങ്കിൽ പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ ഭാവി, കേജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി എല്ലാം തന്നെ തുലാസിലാകുന്നുള്ളതാണ്. Meet the editors.